ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് കെംറ്റ്യൂട്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് പോകാം. സോ നമ്മൾ ഇനി പറയുന്ന ടോപ്പിക് കൈനറ്റിക് മോളിക്കുലാർ തിയറി ഓഫ് ഗ്യാസസ്. നോക്കാം. കൈനറ്റിക് മോളിക്കുലാർ തിയറി ഓഫ് ഗ്യാസസ്. Kinetic molecular theory. Kinetic molecular theory പറയുന്നവർ gases consist of large number of identical particles called atoms or molecules. അപ്പോൾ gases consist of large number of identical particles called atoms or molecules. ഗ്യാസിനുള്ളിൽ ഒരുപോലെയുള്ള ആറ്റങ്ങളോ മോളിക്യൂൾസോ ആണ് ഉണ്ടായിരിക്കുക. ഒത്തിരി ഒരുപോലെയുള്ള ആറ്റങ്ങളോ മോളിക്യൂൾസോ ഉണ്ടായിരിക്കും. ഇനി നമുക്കറിയാം, ഗ്യാസ് മോളിക്യൂൾസിനിടയിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഒന്നും ഓപ്പറേറ്റ് ചെയ്യുന്നില്ല. അവർ പരമാവധി അകന്നു നിൽക്കുകയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ഗ്യാസ് മോളിക്യൂൾസ് പരമാവധി അകന്നു നിൽക്കുമ്പോൾ അവർക്കിടയിൽ എംപ്റ്റി സ്പേസ് കൂടുതലായിരിക്കും. അപ്പൊ നിങ്ങളൊരു കണ്ടെയ്നറിൽ ഗ്യാസ് മോളിക്യൂൾസ് ഇരിക്കുന്ന പരിഗണിച്ചാൽ നോക്കൂ, ഗ്യാസ് മോളിക്യൂൾസ് ഇത്രയുള്ള അല്ലേ, അവയ്ക്കിടയിൽ എംപ്റ്റി സ്പേസ് ഒത്തിരി ഉണ്ട്. അപ്പോ ഒരു ഗ്യാസ് മോളിക്യൂൾസ് ഇരിക്കുന്ന ഒരു സിസ്റ്റം നിങ്ങൾ പരിഗണിച്ചാൽ അവിടെ എംപ്റ്റി സ്പേസ്, ശൂന്യസ്ഥലം കൂടുതലും, ഗ്യാസ് മോളിക്യൂൾസ് കുറവാണ്. നോക്കൂ, ഗ്യാസ് മോളിക്യൂൾസിന്റെ വോളിയം എന്താ കുറച്ചേ ഉള്ളൂ, പക്ഷെ ഈ കണ്ടെയ്നറിനുള്ള എംപ്റ്റി സ്പേസ് ഒത്തിരി കൂടുതലാണ് അല്ലെ. സോ ഈ കണ്ടെയ്നറിലുള്ള എംപ്റ്റി സ്പേസ്, ഗ്യാസ് മോളിക്യൂൾസ് ഇല്ലാത്ത അവയ്ക്കിടയിൽ ശൂന്യസ്ഥലവുമായി കമ്പയർ ചെയ്താലേ ഗ്യാസ് മോളിക്യൂൾസിന്റെ വോളിയം വളരെ ചെറുതല്ലേ. സോ രണ്ടാമത്തെ പോയിന്റിലേക്ക് നമ്മൾ പോകുന്നു. വോളിയം ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ഈസ് നെഗ്ലിജിബിൾ ആസ് കമ്പയർഡ് ടു ദി എംപ്റ്റി സ്പേസ് ബിറ്റ്വീൻ ദം. സോ വോളിയം ഈസ് നെഗ്ലിജിബിൾ അല്ലെ. ആരുടെ വോളിയം? ഗ്യാസ് മോളിക്യൂൾസിന്റെ വോളിയം. സോ ഗ്യാസ് മോളിക്യൂൾസിനെ അവരെടുത്തു വച്ചിരിക്കുന്ന കണ്ടെയ്നറിനിടയിൽ, ഈ പാർട്ടിക്കിൾസിനിടയിൽ രൂപപ്പെടുന്ന എംപ്റ്റി സ്പേസുമായി കമ്പയർ ചെയ്താൽ ഗ്യാസ് മോളിക്യൂൾസിന്റെ വോളിയം ഈ എംപ്റ്റി സ്പേസുമായി കമ്പയർ ചെയ്യുമ്പോൾ തീരെ കുറവാണ്. സോ വോളിയം ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ഈസ് നെഗ്ലിജിബിൾ ആസ് കമ്പയർഡ് ടു ദി എംപ്റ്റി സ്പേസ് ബിറ്റ്വീൻ ദം. ഫസ്റ്റ് പോയിന്റ്, gases consist of large number of identical particles called atoms or molecules. Second point, volume of gas molecules is negligible as compared to the empty space between them. Say, മൂന്നാമത്തെ പോയിന്റ്, തേർഡ് പോയിന്റ്, there is no force of attraction between gas molecules. There is no force of attraction between gas molecules. Gas molecules are attractive force ഒന്നും തന്നെയില്ല. Then next point, നോക്കൂ, അപ്പൊ ഗ്യാസ് മോളിക്യൂൾസ് വളരെ ഫ്രീ ആയിരിക്കുകയാണ്, അവർക്കിടയിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നില്ല, അവർ പരമാവധി അകന്നിരിക്കുന്നു. അവയ്ക്കിടയിൽ എംപ്റ്റി സ്പേസുമായി കമ്പയർ ചെയ്യുമ്പോൾ ഗ്യാസ് മോളിക്യൂൾസിന്റെ വോളിയം നെഗ്ലിജിബിൾ ആണെങ്കിൽ ഈ ഗ്യാസ് മോളിക്യൂൾസ് ഫ്രീ ആയി മൂവ് ചെയ്യുമല്ലോ. അങ്ങനെ ഫ്രീ ആയി മൂവ് ചെയ്യുകയാണെങ്കിൽ അവർ പരസ്പരം കൂട്ടിയിടിക്കുമല്ലോ. പരസ്പരം കൂട്ടിയിടിക്കുക മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, നമ്മൾ കൈനറ്റിക് എനർജി ആൻഡ് മോളിക്കുലർ സ്പീഡ് എന്ന പോർഷനിൽ പറഞ്ഞിരുന്നത് പോലെ, ഈ ഗ്യാസ് മോളിക്യൂൾസ് ഇങ്ങനെ കണ്ടിന്യൂസ് മൂവ്മെന്റിലാണെങ്കിൽ ഇവർ പരസ്പരം കൂട്ടിയിടിക്കും. അതുപോലെ അതിനെ എടുത്തു വെച്ചിരിക്കുന്ന കണ്ടെയ്നറിന്റെ ഭിത്തിയിലും കൂട്ടിയിടിക്കും. സോ നമ്മൾ പറഞ്ഞു, ഗ്യാസ് മോളിക്യൂൾസ് ആർ ആൾവേസ് ഇൻ റാൻഡം മോഷൻ. ഡ്യൂറിംഗ് ദിസ് മൂവ്മെന്റ് ദേ കൊളൈഡ് വിത്ത് ഈച്ച് അതർ ആസ് വെൽ ആസ് വിത്ത് വാൾസ് ഓഫ് ദി കണ്ടെയ്നർ. അവർ പരസ്പരവും കൂട്ടിയിടിക്കും, കണ്ടെയ്നറിന്റെ ഭിത്തിയിൽ പിടിക്കും. അപ്പോ ഗ്യാസ് മോളിക്യൂൾസ് ആർ ആൾവേസ് ഇൻ റാൻഡം മോഷൻ, കണ്ടിന്യൂസ് മൂവ്മെന്റിലാണ്. ഈ മൂവ്മെന്റിന്റെ സമയത്ത് എന്ത് ചെയ്യുന്ന പറഞ്ഞേ, അവർ പരസ്പരവും കൂട്ടിയിടിക്കും, അതിനെ എടുത്തു വെച്ചിരിക്കുന്ന കണ്ടെയ്നറിന്റെ ഭിത്തിയിലും കൂട്ടിയിടിക്കും അല്ലെ. ദേ കൊളൈഡ് വിത്ത് ഈച്ച് അതർ ആസ് വെൽ ആസ് വിത്ത് ദി വാൾസ് ഓഫ് ദി കണ്ടെയ്നർ. ഇനി നിങ്ങൾ ഓർത്തിരിക്കുക, ദീസ് കൊളിഷൻസ് ആർ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. ഈ കൊളിഷൻസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്. അപ്പൊ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളിഷൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊളിഷൻ. ആ മൊമെന്റം കൺസർവ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലെ. കൊളിഷന് മുമ്പുള്ള മൊമെന്റവും കൊളിഷന് ശേഷമുള്ള മൊമെന്റവും തുല്യമായിരിക്കും. ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളിഷൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊളിഷൻ. ഒരു കാര്യം കൂടി, ഗ്യാസ് മോളിക്യൂൾസ് അതിനെ എടുത്തു വെച്ചിരിക്കുന്ന കണ്ടെയ്നറിന്റെ ഭിത്തിയിൽ ചെന്ന് ഇടിക്കും എന്ന് പറഞ്ഞല്ലോ, പരസ്പരം കൂട്ടിയിരിക്കുന്ന പോലെ. അങ്ങനെ ഗ്യാസ് മോളിക്യൂൾസ് അതിനെ എടുത്തു വെച്ചിരിക്കുന്ന കണ്ടെയ്നറിന്റെ ഭിത്തിയിൽ ചെന്ന് ഇടിക്കുമ്പോഴാണ് പ്രഷർ കൊടുക്കുന്നത്. അപ്പോൾ പ്രഷർ ഈസ് എക്സേർട്ടഡ്. എന്തുകൊണ്ടാ? as a result of collision of gas molecules
collision of gas molecules on the walls of the container. നമ്മൾ പറഞ്ഞ points. Gases consist of large number of identical particles called atoms or molecules. Volume of gas molecules is negligible as compared to the empty space between them. There is no force of attraction between gas molecules. Particles in gases are always in random motion. During this motion, they collide with each other as well as with the walls of the container. These collisions are perfectly elastic. Pressure is exerted as a result of the collision of gas molecules on the walls of the container. ഇനി നമ്മൾ പറഞ്ഞല്ലോ ഗ്യാസ് മോളിക്യൂൾസ് ഇങ്ങനെ പരസ്പരം കൂട്ടിയിടിക്കുമെങ്കിൽ ഓരോ ഇൻസ്റ്റന്റിലും ഇവരുടെ സ്പീഡും കൈനറ്റിക് എനർജി മാറിക്കൊണ്ടിരിക്കും. സോ അറ്റ് എനി ഇൻസ്റ്റന്റ് ഗ്യാസ് മോളിക്യൂൾസ് ഓഫ് വേരിയബിൾ സ്പീഡ് ആൻഡ് വേരിയബിൾ കൈനറ്റിക് എനർജി. ഓരോ സമയത്തും ഗ്യാസ് മോളിക്യൂൾസിന് പല സ്പീഡും പല കൈനറ്റിക് എനർജി ആയിരിക്കും അല്ലെ, പല വേഗതയും പല കൈനറ്റിക് എനർജി ആയിരിക്കും. കാര്യം എന്താ, അവർ പരസ്പരം കൂട്ടിയിടിക്കുന്നുണ്ട്, എടുത്തു വെച്ചിരിക്കുന്ന കണ്ടെയ്നറിന്റെ ഭിത്തിയിൽ കൂട്ടിയിടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ സമയത്തും അവരുടെ കൈനറ്റിക് എനർജിയും അതുപോലെ അവരുടെ സ്പീഡും വേഗതയും വ്യത്യാസമായിരിക്കും. സോ ഇറ്റ് ഇസ് ഓൺലി പോസിബിൾ ടു സ്പീക്ക് അബൌട്ട് ആവറേജ് സ്പീഡ് ആൻഡ് ആവറേജ് കൈനറ്റിക് എനർജി. ഈ പാർട്ടിക്കിൾസിന്റെ ആവറേജ് വേഗതയെ പറ്റിയും ആവറേജ് കൈനറ്റിക് എനർജിയെ പറ്റിയും മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ. സോ ആൻഡ് ദാറ്റ് ആവറേജ് കൈനറ്റിക് എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ഈ ആവറേജ് കൈനറ്റിക് എനർജി എന്നുള്ളത് കെൽവിൻ സ്കെയിലിലെ ടെമ്പറേച്ചറിന് സമാനുപാതത്തിലായിരിക്കും. സോ ഫ്രണ്ട്സ്, ദാറ്റ് ഓൾ അബൌട്ട് കൈനറ്റിക് മോളിക്കുലാർ തിയറി ഓഫ് ഗ്യാസസ്. ഫ്രണ്ട്സ്, നമ്മൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പറഞ്ഞിരുന്നല്ലോ, പി വി ഈസ് ഈക്വൽ ടു എൻ ആർ ടി. അപ്പോൾ എല്ലാ ഗ്യാസസും പി വി ഈക്വൽ ടു എൻ ആർ ടി അനുസരിച്ചാൽ അവരെല്ലാം ഐഡിയൽ ഗ്യാസ് ആണെന്ന് പറയാം. സോ ദി ഗ്യാസസ് വിച്ച് ഒബേ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ആർ കാൾഡ് ഐഡിയൽ ഗ്യാസസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്, ചില ഗ്യാസുകൾ ഐഡിയാലിറ്റിയിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യാറുണ്ട്. സോ വൈ ഡു സം ഗ്യാസസ് ഡീവിയേറ്റ്സ് ഫ്രം ഐഡിയാലിറ്റി എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്. സോ ഡീവിയേഷൻ ഓഫ് സം ഗ്യാസസ് ഫ്രം ഐഡിയൽ ബിഹേവിയർ. നോക്കൂ, എനിക്കറിയാം ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അനുസരിച്ച് പി വി സമം എൻ ആർ ടി. ശരി, അപ്പോ ഐഡിയൽ ഗ്യാസുകളെ സംബന്ധിച്ച് പി വി ബൈ എൻ ആർ ടി എത്രയായിരിക്കണം? ഡെഫിനറ്റ്ലി 1 ആയിരിക്കണം. ഫ്രണ്ട്സ്, പി വി ഈക്വൽ ടു എൻ ആർ ടി, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അനുസരിച്ച് പി വി സമം എൻ ആർ ടി എങ്കിൽ പി വി ബൈ എൻ ആർ ടി, എൻ ആർ ടി ഇപ്പുറത്തോട്ട്, സോ പി വി ബൈ എൻ ആർ ടി എത്രയായിരിക്കും? 1 ആയിരിക്കണം. സോ ഫ്രണ്ട്സ്, ഫോർ an ideal gas PV is equal to nRT, then PV by nRT is equal to 1. ഇതിനെ ഞാൻ വിളിക്കുന്ന പേര് കംപ്രസിബിലിറ്റി ഫാക്ടർ എന്ന. കംപ്രസിബിലിറ്റി ഫാക്ടർ Z. സോ ഫോർ an ideal gas compressibility factor Z, PV by nRT is equal to 1. എന്നാൽ ചില ഗ്യാസുകൾക്ക് PV by nRT 1 അല്ല. അത്തരം ഗ്യാസുകൾ ഐഡിയൽ ഗ്യാസുകളല്ല. അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിയൽ ഗ്യാസസ്. ഓക്കെ, സോ എന്തുകൊണ്ടാണ് ചില ഗ്യാസസ് PV by nRT ഈക്വൽ ടു 1 ആയി കാണിക്കാത്തതെന്ന് ചോദിച്ചാൽ, അവർ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഒബേ ചെയ്യുന്നില്ല. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഒബേ ചെയ്തിരുന്നെങ്കിൽ പി വി സമയം nRT ആയിരുന്നു, then PV by nRT കംപ്രസിബിലിറ്റി ഫാക്ടർ Z എന്നുള്ളത് 1 ആയേനെ. അങ്ങനെ ഒബേ ചെയ്യാത്ത ആളുകൾ നമ്മൾ റിയൽ ഗ്യാസ് നിൽക്കുന്നത്. ഇനി ഇതിന് വേറെ എവിഡൻസ് ഉണ്ട്. നോക്കൂ, നിങ്ങൾക്ക് അറിയാം പി വി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് അക്കോർഡിംഗ് ടു ബോയിൽസ് ലാ അല്ലെ. എങ്കിൽ പി വി വേഴ്സസ് പി നിങ്ങൾ പ്ലോട്ട് ചെയ്താൽ ഡെഫിനറ്റ്ലി അത് എക്സ് ആക്സിസിന് പാരലായ ഒരു സ്ട്രേറ്റ് ലൈൻ ആയിരിക്കണം. നോക്കൂ, അപ്പോ ഐഡിയൽ ഗ്യാസിനെ സംബന്ധിച്ച്, ഐഡിയൽ ഗ്യാസ് എന്ന് പറയുമ്പോൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഒബേ ചെയ്യുന്ന ആളാണ്. അപ്പൊ അത് ബോയിൽസ് ലൈൻ, ചാൾസ് ലൈൻ, അവഗാഡ്രോ ലൈൻ എല്ലാം ഒബേ ചെയ്യണം. എങ്കിൽ നമുക്കറിയാം V is directly proportional to 1/p, then PV സമയ കോൺസ്റ്റന്റ്, then PV വേഴ്സസ് P എന്ന് പറയുന്നത് നിങ്ങൾ PA y-ലും PA x-ലും എടുത്താൽ അത് എക്സിന് പാരലായ ഒരു സ്ട്രേറ്റ് ലൈൻ ഇങ്ങനെ കിട്ടണം അല്ലെ. പക്ഷേ ഇത് ഐഡിയൽ ഗ്യാസിന് കിട്ടേണ്ടതാണ്, ഐഡിയൽ ഗ്യാസ്. പക്ഷേ നിങ്ങൾ സിഒയുടെ ഗ്രാഫ് വരച്ചാൽ സിഒക്ക് PV എഗൻസ്റ്റ് P ആദ്യം ഒരു നെഗറ്റീവ് ഡിവിയേഷൻ കാണിച്ചിട്ട് ഇങ്ങനെ കൂടിപ്പോകുന്നതായിട്ട് കാണാം. CH4 ഇതുപോലെ ഒരു നെഗറ്റീവ് ഡിവിയേഷൻ കാണിച്ചിട്ട് ഇങ്ങനെ കൂടിപ്പോകുന്നതായിട്ട് കാണാം. ദെൻ ഹൈഡ്രജനും ഹീലിയത്തിനും എന്താ ഇങ്ങനെ ആദ്യം തന്നെ ഐഡിയൽ ബിഹേവിയറിൽ നിന്ന് പോസിറ്റീവായ ഒരു ഡീവിയേഷൻ കാണിച്ച് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. സോ അപ്പോ ശരിക്കും ഞാൻ ഈ പറഞ്ഞ ഗ്യാസുകൾ CO, CH4 അല്ലെ. നോക്കൂ, ശരിക്കും ഞാൻ ഈ പറഞ്ഞ ഗ്യാസുകൾ ഐഡിയൽ ബിഹേവിയർ കാണിക്കുന്നവയായിരുന്നെങ്കിൽ PV എഗൻസ്റ്റ് P എന്നുള്ളത് എക്സിന് പാരലായ ഒരു സ്ട്രേറ്റ് ലൈൻ ആയിട്ട് ഇങ്ങനെ പോകണമായിരുന്നു അല്ലെ. കാരണം ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ചെയ്യുന്ന ഒരു ബോയിൽസ് ലൈൻ അനുസരിക്കണം. പക്ഷെ അവർക്ക് എന്ത് വന്നില്ല, നമ്മൾ ഈ പറഞ്ഞതുപോലെ എക്സ് ആക്സിന് പാരലായ ഒരു സ്ട്രേറ്റ് ലൈൻ വന്നില്ല. ചിലർ ആദ്യം നെഗറ്റീവ് ഡിവിഷൻ കാണിച്ചിട്ട് പിന്നെ പോസിറ്റീവായി ഡിവൈറ്റ് ചെയ്തു പോയി, ചിലർ പോസിറ്റീവായി തന്നെ ഡിവൈറ്റ് ചെയ്തു അല്ലെ. അപ്പൊ നമുക്ക് മനസ്സിലായി എല്ലാ ഗ്യാസുകളും ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഒബേ ചെയ്യുന്നില്ല.
ഒബേ ചെയ്തിരുന്നെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ PV/nRT = 1, കംപ്രസിബിലിറ്റി ഫാക്ടർ എപ്പോഴും 1 ആയേനെ. പക്ഷെ എല്ലാ ഗ്യാസുകൾക്കും കംപ്രസിബിലിറ്റി ഫാക്ടർ 1 അല്ല. മോറോവർ PV/P എക്സ് ആക്സിന് പാരലൽ സ്ട്രെയിറ്റ് ലൈനും അല്ല എല്ലാ ഗ്യാസസിനും. കാരണം അത്തരം ഗ്യാസുകൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഒബേ ചെയ്യാത്തതായിരിക്കണം. അവരെ ഞാൻ വിളിച്ച പേര് റിയൽ ഗ്യാസസ്. സോ ഫ്രണ്ട്സ്, റിയൽ ഗ്യാസസ് ഡസ് നോട്ട് ഒബേ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. അപ്പൊ അവർ ഐഡിയാലിറ്റിയിൽ നിന്ന് ഡീവിയേഷൻ കാണിക്കുന്നു. സോ കൂട്ടുകാർ, നമ്മൾ 2 കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഐഡിയാലിറ്റിയിൽ നിന്നും ചില ഗ്യാസസ് ഡീവിയേറ്റ് ചെയ്യുന്നതിന്റെ 2 കാരണങ്ങൾ നമ്മൾ 2 എക്സാമ്പിൾസ് കാണിച്ചെന്നല്ലോ. മറ്റൊന്നുകൂടി നമ്മൾ നോക്കാം. നമുക്കറിയാം PV/nRT കംപ്രസിബിലിറ്റി ഫാക്ടർ 1 ആയിരിക്കണം ഐഡിയൽ ഗ്യാസ് നമ്മൾ പറഞ്ഞല്ലോ. അങ്ങനെയെങ്കിൽ നിങ്ങൾ നേരത്തെ PV/P പ്ലോട്ട് ചെയ്തതുപോലെ PV/nRT അഥവാ കംപ്രസിബിലിറ്റി ഫാക്ടർ P പ്ലോട്ട് ചെയ്തിരിക്കട്ടെ. അതും എങ്ങനെയായിരിക്കണം? PV/nRT ഒരു കോൺസ്റ്റന്റ് ആണ്, 1 ആണ്. അപ്പൊ PV/nRT P പ്ലോട്ട് ചെയ്താൽ അത് 1ന് ഇപ്പൊ നിങ്ങളിവിടെ 1, 2 ഇങ്ങനെ പ്ലോട്ട് ചെയ്ത് പോയാൽ ഇങ്ങനെ 1ൽ നിന്നും എക്സ് ആക്സിന് പാരലായി പോകുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം കിട്ടേണ്ടത്. പക്ഷെ ചില ഗ്യാസസ് നേരത്തെ പറഞ്ഞതുപോലെ ഇതുപോലെ ഇങ്ങനെ ഡീവിയേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞു PV/nRT കംപ്രസിബിലിറ്റി ഫാക്ടർ 1 ആയിരിക്കണം ആർക്ക്? ഐഡിയൽ ഗ്യാസസിന്. അപ്പൊ PV/nRT P എന്ന് പറയുന്നത്, ശ്രദ്ധിക്കൂ, PV/nRT P എന്ന് പറയുന്നത് 1ന് കറസ്പോണ്ടിങ് ആയി എക്സിലൂടെ, അപ്പൊ y ആക്സിൽ 1ന് കറസ്പോണ്ടിങ് ആയി എക്സിന് പാരലായിട്ട് പോകുന്ന സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം അല്ലെ? ശരി. പക്ഷെ നോക്കി PV/P നമ്മൾ പ്ലോട്ട് ചെയ്തപ്പോൾ നമുക്ക് അങ്ങനെ എക്സിന് പാരലായി പോകുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ല കിട്ടിയത്. ചില ഗ്യാസസ് ഡീവിയേറ്റ് ചെയ്ത് പോകുന്നു. അപ്പൊ ഇതും എന്താണ്? ഡീവിയേഷൻ ഓഫ് റിയൽ ഗ്യാസസ് ഫ്രം ഐഡിയാലിറ്റിക്ക് എക്സാമ്പിൾ ആണ്. അപ്പൊ ഇതെല്ലാം കൊണ്ടാണ് നമുക്ക് മനസ്സിലാവുന്നത് ഐഡിയൽ ബിഹേവിയറിൽ നിന്ന് ഗ്യാസസ് ഡീവിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോ അതെന്തുകൊണ്ടാണ് ഐഡിയൽ ബിഹേവിയറിൽ നിന്ന് റിയൽ ഗ്യാസസ് ഡീവിയേറ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഇനി പറയുക. നോക്കൂ, റിയൽ ഗ്യാസസ് ഡീവിയേറ്റ്സ് ഫ്രം ഐഡിയാലിറ്റി due to faulty assumptions made on kinetic molecular theory. Kinetic molecular theory ബേസ് ചെയ്തിട്ടാണല്ലോ നിങ്ങൾ എല്ലാ ഗ്യാസുകളും ഒക്കെ ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കൈനറ്റിക് മോളിക്കുലർ തിയറിയിൽ നിങ്ങൾ 2 ഫാൾട്ടി അസംഷൻസ് മേഡ് ചെയ്തു. ആ 2 ഫാൾട്ടി അസംഷൻസ് മൂലമാണ് നിങ്ങളുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിൽ തെറ്റുവരാൻ കാരണം. നോക്കൂ, ഏതൊക്കെയാണ് ഫാൾട്ടി അസംഷൻ നോക്കാം. ഒന്നാമത്തേത്, വോളിയം ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് is negligible as compared to the empty space between them. ഒന്നാമത്തെ തെറ്റായ അസംഷൻസ്. നിങ്ങൾ ആദ്യം പറഞ്ഞു വോളിയം ഓഫ് ഗ്യാസ് മോളിക്യൂൾ, നിങ്ങൾ പറഞ്ഞ 2 ഫാൾട്ടി അസംഷൻ ആണ് പറയുന്നു. കൈനറ്റിക് മോളിക്കുലർ തിയറിയിൽ നമ്മൾ മേഡ് ചെയ്ത 2 ഫാൾട്ടി അസംഷൻസ്. ഒന്ന്, വോളിയം ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ഈസ് നെഗ്ലിജിബിൾ ആസ് കമ്പയർഡ് ടു ദി എംപ്റ്റി സ്പേസ് ബിറ്റ്വീൻ ദം. ഗ്യാസ് മോളിക്യൂൾസിന്റെ വോളിയം അവയ്ക്കിടയിലെ എംപ്റ്റി സ്പേസുമായി കമ്പയർ ചെയ്യുമ്പോൾ നെഗ്ലിജിബിൾ ആണ് എന്ന് പറഞ്ഞത് ഒരു ഫാൾട്ടി അസംഷൻ ആണ്. അതെങ്ങനെ ശരിയാവും? നോക്കൂ, ഞാനൊരു കണ്ടെയ്നർ എടുക്കുന്നു, അതിൽ ഗ്യാസ് മോളിക്യൂൾസ് ഇങ്ങനെ ഇരിക്കുകയാണ്. നോക്കൂ, ഗ്യാസ് മോളിക്യൂൾസ് ഇങ്ങനെ ഇരിക്കുന്നു. ഫ്രണ്ട്സ്, നോർമലി കൂട്ടുകാർക്ക് അറിയാം, ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, ഈ കണ്ടെയ്നറിന്റെ ടോട്ടൽ വോളിയം അല്ലെങ്കിൽ ഇതിനിടയിൽ ഡെവലപ്പ് ആയിരിക്കുന്ന എംപ്റ്റി സ്പേസുമായി നിങ്ങൾ കമ്പയർ ചെയ്താൽ, ഗ്യാസ് അല്ലേ, ഞാൻ ഇവിടെ അടച്ചു വെക്കുകയാണ്, ഇത്രയും പോർഷനാണ്, കമ്പയർ ചെയ്താൽ നോക്കൂ, ടോട്ടൽ വോളിയമായിട്ട് അല്ലെങ്കിൽ ഇവർക്കിടയിൽ എംപ്റ്റി സ്പേസുമായിട്ട് കമ്പയർ ചെയ്താൽ എന്റെ ഗ്യാസ് മോളിക്യൂൾസിന്റെ വോളിയം നെഗ്ലിജിബിൾ ആണ്. ഓക്കെ, എംപ്റ്റി സ്പേസ് ആണ് കൂടുതൽ, വോളിയം ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ഈസ് നെഗ്ലിജിബിൾ. പിന്നെ എന്താ പ്രശ്നം? നമ്മൾ പറഞ്ഞു കൈനറ്റിക് മോളിക്കുലർ തിയറിയിലെ 2 ഫാൾട്ടി അസംഷൻസ് ആണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ തെറ്റിച്ചാണ്. അതിൽ ഒന്നാമത്തേതായി പറഞ്ഞത് വോളിയം ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ഈസ് നെഗ്ലിജിബിൾ ആസ് കമ്പയർഡ് ടു ദി എംപ്റ്റി സ്പേസ് ബിറ്റ്വീൻ ദം. ഞാൻ നോക്കിയപ്പോൾ ശരിയാണ്, ഗ്യാസ് മോളിക്യൂൾസിന്റെ വോളിയം അവരുടെ എംപ്റ്റി സ്പേസുമായി കമ്പയർ ചെയ്യുമ്പോൾ നെഗ്ലിജിബിൾ ആണ്, പരിഗണിക്കേണ്ടതില്ല. കൂട്ടുകാരെ, ഇത് ലോ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറുള്ള കണ്ടീഷൻ. ഇനി ഞാൻ പ്രഷർ കൂട്ടി ടെമ്പറേച്ചർ കുറച്ചു എന്ന് സങ്കല്പിക്കും. പ്രഷർ കൂട്ടി ടെമ്പറേച്ചർ കുറച്ചു, അപ്പൊ ഞാൻ ഇതിന് മുകളിൽ പ്രഷർ കൂടുതൽ അപ്ലൈ ചെയ്യാം. ഇവിടെ പ്രഷർ കൂടുതൽ കൊടുക്കുന്നു, പ്രഷർ കൂട്ടി ഇതിനെ കംപ്രസ് ചെയ്യാൻ പ്രഷർ കൂട്ടി. ദെൻ അതുപോലെ ടെമ്പറേച്ചർ കുറച്ച് തണുപ്പിച്ചു. അപ്പൊ ഞാൻ ഈ സിസ്റ്റത്തെ തണുപ്പിച്ചു, ഒപ്പം പ്രഷർ കൂട്ടി. അപ്പൊ നോക്കണേ, ഇതിനെ കംപ്രസ് ചെയ്തു.
പ്രഷർ കൂട്ടി ടെമ്പറേച്ചർ കുറച്ചപ്പോൾ ഗ്യാസ് മോളിക്യൂൾസ് അടുത്തേക്ക് വന്നു. 3 ഇപ്പൊ നിങ്ങൾ നോക്കിയേ, ഗ്യാസ് മോളിക്യൂൾസ് അടുത്തേക്ക് വന്നില്ലേ? ഇനിയും പ്രഷർ കൂട്ടി, പ്രഷർ ഒത്തിരി കൂട്ടി, വീണ്ടും പ്രഷർ കൂട്ടി. ഞാനിവിടെ വീണ്ടും പ്രഷർ കൂട്ടി. നേരത്തെ ഇതിന് അത്രയും വലിപ്പം തന്നെ മതി പാർട്ടിക്കിൾസിന്. നോക്കണേ, ഇപ്പൊ നിങ്ങൾ എം ടി സ്പേസുമായിട്ടൊന്ന് കമ്പയർ ചെയ്തേ. അറ്റ് ദിസ് ഹൈ പ്രഷർ ആൻഡ് ലോ ടെമ്പറേച്ചർ ഫ്രണ്ട്സ്, ഇപ്പൊ ഹൈ പ്രഷറിലും ലോ ടെമ്പറേച്ചറിലും നിങ്ങളുടെ ഗ്യാസ് മോളിക്യൂൾസിനിടയിലെ എം ടി സ്പേസ് പോലെ തന്നെ അവരുടെ വോളിയം സിഗ്നിഫിക്കന്റ് ആയില്ലേ? ഇപ്പൊ ഇവിടെയാണ് നിങ്ങൾ എം ടി സ്പേസുമായിട്ട് കമ്പയർ ചെയ്യുന്നത്, എം ടി സ്പേസ് കൂടുതലും വോളിയം കുറവും. പക്ഷെ ഇവിടെ എം ടി സ്പേസിന്റെ അത്രയും തന്നെ വോളിയം ഓഫ് ഗ്യാസ് പാർട്ടിക്കിൾസ് ഉണ്ടല്ലോ. അപ്പൊ ഇവിടെ വോളിയം ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് സിഗ്നിഫിക്കന്റ് ആയില്ലേ ഫ്രണ്ട്സ്? ദാറ്റ് മീൻസ് at high pressure and low temperature volume of gas molecules is significant. ഹൈ പ്രഷറിലും ലോ ടെമ്പറേച്ചറിലും മോളിക്യൂൾസ് അങ്ങ് അടുത്ത് വന്നു. അപ്പൊ എം ടി സ്പേസ് കുറഞ്ഞു. അപ്പൊ എം ടി സ്പേസ് ഇപ്പൊ കുറവാണ്. അപ്പൊ എം ടി സ്പേസ് പോലെ ഇപ്പൊ ആരെയും പരിഗണിക്കണം? ഗ്യാസ് മോളിക്യൂൾസിന്റെ വോളിയം കൂടി പരിഗണിക്കണം. സോ വോളിയം ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ഈസ് സിഗ്നിഫിക്കന്റ് അറ്റ് ഹൈ പ്രഷർ ആൻഡ് ലോ ടെമ്പറേച്ചർ. രണ്ടാമത്തെ ഫാൾട്ടി അസംഷൻ എന്താന്ന് വെച്ചാല് there is no force of attraction between gas molecules എന്ന് നമ്മൾ പറഞ്ഞില്ലേ? നോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ഗ്യാസ് മോളിക്യൂൾസ് എന്ന് നമ്മൾ പറഞ്ഞില്ലേ? അതും നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ലോ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലും കറക്റ്റാ. പാർട്ടിക്കിൾസ് അകന്നിരിക്കുക, അവർക്കിടയിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇല്ല. പക്ഷേ നോക്കൂ, ഹൈ പ്രഷറിലും ലോ ടെമ്പറേച്ചറിലും ഇവർ അടുത്തേക്ക് വന്നില്ലേ? ഇപ്പൊ എന്തുണ്ട്? there is attractive forces between these particles. അല്ല, ഈ പാർട്ടിക്കിൾസിന് ഇപ്പൊ അടുത്ത് വന്നില്ലേ? അട്രാക്റ്റീവ് ഫോഴ്സ് ഓപ്പറേറ്റ് ചെയ്യും. സോ അറ്റ് ഹൈ പ്രഷർ ആൻഡ് ലോ ടെമ്പറേച്ചർ അപ്പൊ നിങ്ങൾ ഈ നോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ഗ്യാസ് മോളിക്യൂൾസ് എന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാവോ? ഇല്ല. there is force of attraction between gas molecules. So friends, റിയൽ ഗ്യാസസ് ഡീവിയേറ്റ്സ് ഫ്രം ഐഡിയാലിറ്റി. ഐഡിയൽ ബിഹേവിയർ കാണിക്കാത്ത, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഒബേ ചെയ്യാത്ത എല്ലാ ഗ്യാസുകളെയും നമ്മൾ എന്ത് പേരിട്ടാ വിളിക്കുന്നത്? റിയൽ ഗ്യാസസ് എന്നാണ് വിളിക്കുന്നത്, ഐഡിയൽ ഗ്യാസസ് എന്നല്ല. ആ റിയൽ ഗ്യാസസ് ഐഡിയാലിറ്റിയിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യാൻ രണ്ട് ഫാൾട്ടി അസംഷൻസ് ആണ് കാരണം. ഒന്ന്, വോളിയം ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ഈസ് നെഗ്ലിജിബിൾ ആസ് കമ്പയർഡ് ടു ദി എംപ്റ്റി സ്പേസ് ബിറ്റ്വീൻ ദം ആൻഡ് there is no force of attraction between gas molecules. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ. Then എന്താണ് ഇതിന്റെ പ്രശ്നം? അറ്റ് ലോ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ ദീസ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ. ലോ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലും പാർട്ടിക്കിൾസ് അകന്നിരിക്കുക, ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റാ. ബട്ട് അണ്ടർ ഹൈ പ്രഷർ ആൻഡ് ലോ ടെമ്പറേച്ചർ, പക്ഷെ ഉയർന്ന പ്രഷറിലും ലോ ടെമ്പറേച്ചറിലും പാർട്ടിക്കിൾസ് അടുത്ത് വന്നു. അപ്പൊ അവരുടെ വോളിയം സിഗ്നിഫിക്കന്റ് ആയി, അതുപോലെ അവർക്കിടയിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഓപ്പറേറ്റ് ചെയ്തു. അപ്പൊ ഈ അസംഷൻ തെറ്റാണ്. സോ ഹൈ പ്രഷറിലും ലോ ടെമ്പറേച്ചറിലും ഈ അസംഷൻ, ഹൈ പ്രഷറിലും ലോ ടെമ്പറേച്ചറിലും നിങ്ങൾ ഈ പറഞ്ഞ രണ്ട് അസംഷൻസ് തെറ്റാണ്. സോ ഈ രണ്ട് ഫാൾട്ടി അസംഷൻസ് മൂലമാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ കറക്റ്റ് ആവാതെ പോയത്. ചില ഗ്യാസുകൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഒബേ ചെയ്യാതെ പോയത്. ഓക്കെ, നമുക്കിത് ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ചെയ്ത ശേഷം ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ കൂടി കറക്റ്റ് ചെയ്യണം. കൂട്ടുകാർ ഓർത്തിരിക്കുക, ലോ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലും പ്രശ്നമില്ല, പക്ഷെ ഹൈ പ്രഷറിലും ലോ ടെമ്പറേച്ചറിലുമാണ് ഈ കണ്ടീഷൻസിൽ വ്യത്യാസം വരുന്നത്, ഈ പ്രശ്നം വരുന്നത്. ഇനി നിങ്ങൾ ഓർത്തിരുന്നേ, അപ്പൊ ലോ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലും ഗ്യാസ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഒബേ ചെയ്യുമല്ലോ. അപ്പോ ഒരു ഗ്യാസ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഒബേ ചെയ്യുന്ന ടെമ്പറേച്ചറിനെ ഞാൻ വിളിക്കുന്ന പേര് ബോയിൽ ടെമ്പറേച്ചർ. ബോയിലിംഗ് പോയിന്റ് അല്ല, ബോയിൽ ടെമ്പറേച്ചർ. അപ്പൊ എന്താണ് ബോയിൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ബോയിൽ പോയിന്റ്? ബോയിലിംഗ് പോയിന്റ് അല്ല, ബോയിൽ ടെമ്പറേച്ചറും ബോയിൽ പോയിന്റ് വ്യത്യാസമാണ്. എന്താണെന്ന് വെച്ചാൽ, സോ അറ്റ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് ലോ പ്രഷർ റിയൽ ഗ്യാസസ് ഒബേ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ദി ടെമ്പറേച്ചർ അറ്റ് വിച്ച് റിയൽ ഗ്യാസസ് ബിഹേവ്സ് ഐഡിയലി ഈസ് കാൾഡ് ബോയിൽ ടെമ്പറേച്ചർ. അപ്പൊ നമ്മൾ പറഞ്ഞു ലോ പ്രഷറും ഹൈ ടെമ്പറേച്ചറും ആണെങ്കിൽ ഗ്യാസ് മോളിക്യൂൾസ് അകന്ന് നിൽക്കുകയാണ്. അപ്പൊ ഈ രണ്ട് അസംഷൻ ശരിയാ. ഹൈ പ്രഷറും ലോ ടെമ്പറേച്ചറും ആണെങ്കിലാണ് പാർട്ടിക്കിൾസ് അടുത്തേക്ക് വരുന്നത്. പറഞ്ഞു, എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ തിരുത്തിക്കൊള്ളുക. ലോ പ്രഷറും ഹൈ ടെമ്പറേച്ചറും ആണെങ്കിൽ പാർട്ടിക്കിൾസ് അകന്ന് നിൽക്കുകയാണ്. അപ്പൊ ഈ രണ്ട് അസംഷൻ ശരിയാ. ഹൈ പ്രഷറും ലോ ടെമ്പറേച്ചറും ആണെങ്കിൽ പാർട്ടിക്കിൾസ് അടുത്തേക്ക് വരും. അപ്പോഴാണ് ഈ അസംഷൻ തെറ്റാവുന്നത്. സോ ഹൈ ടെമ്പറേച്ചറിൽ ഇത് കറക്റ്റ് ആവുന്നുണ്ടല്ലോ. അപ്പൊ ഉയർന്ന ഒരു ടെമ്പറേച്ചറിൽ എല്ലാ ഗ്യാസുകളെ സംബന്ധിച്ചും ഏതോ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ, ഹൈ ടെമ്പറേച്ചറിൽ പാർട്ടിക്കിൾസ് അകന്നു പോകുമല്ലോ. ആ ഒരു ഉയർന്ന ടെമ്പറേച്ചർ ഉണ്ടല്ലോ, പാർട്ടിക്കിൾസ് അകന്നുപോയി അവരുടെ വോളിയം സിഗ്നിഫിക്കന്റ് അല്ലാതായി മാറുന്ന, അവർക്കിടയിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഇല്ലാതായി മാറുന്ന ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആവുന്ന ഒരു കണ്ടീഷൻ, ആ കണ്ടീഷനിൽ ഇവർ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യും. ആ ടെമ്പറേച്ചർ വിളിക്കുന്ന പേരാണ് ബോയിൽ ടെമ്പറേച്ചർ. അവിടെ നിൽക്കട്ടെ. സോ റിയൽ ഗ്യാസസ് ഡീവിയേറ്റ്സ് ഫ്രം ഐഡിയാലിറ്റി ഡ്യൂ ടു faulty assumptions made on kinetic molecular theory.
സോ നമുക്ക് കൈനറ്റിക് മോളിക്കുലാരിറ്റിയിലെ രണ്ട് ഫാൾട്ടി അസംഷൻസ് കറക്റ്റ് ചെയ്താൽ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനെ മോഡിഫൈ ചെയ്യാം. നമ്മൾ ഇനി പറയുക ഐഡിയൽ ഗ്യാസ് ഇക്വേഷനെ മോഡിഫൈ ചെയ്തുകൊണ്ടുള്ള വാൻ ഡെർ വാൾസ് ഇക്വേഷൻ ആണ്. നോക്കൂ, വാൻ ഡെർ വാൾസ് ഇക്വേഷൻ. വാൻ ഡെർ വാൾസ് ഇക്വേഷൻ നോക്കൂ, വാൻ ഡെർ വാൾസ് ഇക്വേഷൻ പറയണമെങ്കിൽ നമുക്കറിയാമല്ലോ എന്തായിരുന്നു ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. പി വി സമയം NRT. എന്തുകൊണ്ടാണ് എല്ലാ ഗ്യാസുകളും ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാനത്? ടു ഫാൾട്ടി അസംഷൻസ് മെയ്ഡ് ഓൺ കൈനറ്റിക് മോളിക്കുലാർ തിയറി. സോ കൈനറ്റിക് മോളിക്കുലാർ തിയറിയിലെ ഈ രണ്ട് അസംഷൻസ് കറക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ കൂടി കറക്റ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് ആ മോഡിഫൈഡ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അല്ലെങ്കിൽ നമുക്ക് വാൻ ഡെർ വാൾസ് ഇക്വേഷൻ കിട്ടും. നോക്കാം കൂട്ടുകാരെ, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പറഞ്ഞത് പി വി സമം NRT എന്നാണ്. പി വി സമം NRT എന്ന ഇക്വേഷൻ പ്രപ്പോസ് ചെയ്യപ്പെട്ടപ്പോ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് there is no force of attraction between gas molecules എന്നും അതുപോലെ വോളിയം ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ഈസ് നെഗ്ലിജിബിൾ, ഗ്യാസ് മോളിക്യൂൾസിന്റെ വോളിയം പരിഗണിക്കേണ്ടതില്ല എന്നുമായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പി വി സമം NRT എന്നുള്ള ഇക്വേഷൻ ഡെറൈവ് ചെയ്തത്. ഇപ്പൊ നമുക്ക് മനസ്സിലാകുന്നു ഗ്യാസ് മോളിക്യൂൾസിന്റെ വോളിയവും സിഗ്നിഫിക്കന്റ് ആണ്, അതുപോലെ അവയ്ക്കിടയിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നുമുണ്ട്. ശരി, ഞാനിപ്പോ ഒരു സിസ്റ്റം പരിഗണിക്കുന്നു. നമ്മൾ പറഞ്ഞല്ലോ ഹൈ പ്രഷറിലും ലോ ടെമ്പറേച്ചറിലും ഗ്യാസ് മോളിക്യൂൾസ് അടുത്തേക്ക് വന്നു. അപ്പൊ അവരുടെ വോളിയം കൂടി സിഗ്നിഫിക്കന്റ് ആണ്, അതുപോലെ അവർക്കിടയിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട്സ്, നേരത്തെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ഈ ഗ്യാസ് മോളിക്യൂൾസ് ഇങ്ങനെ അകന്നു നിൽക്കുകയായിരുന്നു, അവയ്ക്കിടയിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സും ഇല്ല എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഗ്യാസ് മോളിക്യൂൾസ് വളരെ ഫ്രീ ആയി ചെന്ന് അത് എടുത്തു വെച്ചിരിക്കുന്ന കണ്ടെയ്നറിന്റെ ഭിത്തിയിൽ ഇടിക്കുകയും ഒത്തിരി പ്രഷർ ഉണ്ടാക്കുകയും ചെയ്യും. പ്രഷർ കൂടുതലായിരിക്കും. ഗ്യാസ് മോളിക്യൂൾസ് ഫ്രീ ആയതുകൊണ്ട് ഒരു ഫ്രീ ആയി ഇരിക്കുന്നത് കൊണ്ട് അവർക്ക് അതിനെ എടുത്തു വെച്ചിരിക്കുന്ന കണ്ടെയ്നറിന്റെ ഭിത്തിയിൽ ഫ്രീ ആയി ചെന്ന് ഒത്തിരി പ്രഷർ ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പൊ നമ്മൾ പറയുന്നു അറ്റ് ഹൈ പ്രഷർ ആൻഡ് ലോ ടെമ്പറേച്ചർ there is attractive force between these gas molecules. ഈ ഗ്യാസ് മോളിക്യൂൾസിൽ അട്രാക്റ്റീവ് ഫോഴ്സ് വന്നല്ലോ. പരസ്പരം ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് വന്നതുകൊണ്ട് ഈ ഗ്യാസ് മോളിക്യൂൾസിന് നേരത്തെ ഉള്ളതുപോലെ ഫ്രീ ആയി ചെന്ന് ഭിത്തിയിൽ ഇടിക്കാൻ സാധിക്കില്ല, കണ്ടെയ്നറിന്റെ വാളിൽ ഇടിക്കാൻ സാധിക്കില്ല. കാര്യം ഇത് ഇങ്ങോട്ട് വന്ന് ഇടിക്കുന്ന സമയത്ത് ഇവർക്കിടയിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടല്ലോടെ. അപ്പൊ അതുകൊണ്ട് ഫ്രീ ആയി ഈ മോളിക്യൂൾ അതിന്റെ കണ്ടെയ്നറിന്റെ ഭിത്തിയിൽ ഒന്നും ഇടിക്കാൻ സാധിക്കില്ല. അപ്പൊ റിയൽ ഗ്യാസിന് ഐഡിയൽ ഗ്യാസിനേക്കാളും പ്രഷർ കുറവായിരിക്കും. സോ പ്രഷർ ഓഫ് റിയൽ ഗ്യാസ് എന്നുള്ളത് പ്രഷർ ഓഫ് ഐഡിയൽ ഗ്യാസിനേക്കാൾ കുറവായിരിക്കും. ഐഡിയൽ ഗ്യാസിന്റെ പ്രഷർ പറഞ്ഞപ്പോൾ നമ്മൾ കരുതി എന്താ, there is no force of attraction between gas molecules. ഇപ്പൊ അവർക്കിടയിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് പരസ്പരം ഒരു പിടുത്തം ഉണ്ടായതുകൊണ്ട് ഫ്രീ ആയി മോളിക്യൂൾ ഇടിക്കില്ല. സോ റിയൽ ഗ്യാസിന്റെ കേസ് നമ്മൾ പരിഗണിക്കുന്ന സമയത്ത് there is force of attraction between gas molecules. So the pressure exerted by molecules is less than that in ideal gas. അപ്പൊ ഐഡിയൽ ഗ്യാസിൽ ഉണ്ടായിരുന്ന അത്രയും പ്രഷറിനെ എക്സെർട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം പരസ്പരം ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. അപ്പൊ നേരത്തെ ഉണ്ടായിരുന്ന അത്രയും വേഗത ഇപ്പൊ ഇടിക്കാൻ സാധിക്കില്ല, പുറകുന്നൊരു പിടുത്തം ഉണ്ടല്ലോ. സോ റിയൽ ഗ്യാസിന്റെ പ്രഷർ ഐഡിയൽ ഗ്യാസിനേക്കാൾ കുറവായിരിക്കും. ആ പ്രഷർ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൈം നോക്കൂ, AN²/V². സോ P real is equal to P ideal minus AN²/V². നോക്കൂ, ഗ്യാസ് മോളിക്യൂൾസിനിടയിലെ അട്രാക്റ്റീവ് ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് ഉണ്ടല്ലോ. അപ്പോൾ ഗ്യാസ് മോളിക്യൂൾസിന്റെ അട്രാക്റ്റീവ് ഫോഴ്സിന്റെ മെഷർ അത് പറയാൻ വേണ്ടി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു കോൺസ്റ്റന്റ് ആണ് A, വാൻ ഡെർ വാൾസ് കോൺസ്റ്റന്റ്. സോ P real is equal to P ideal minus AN²/V². അപ്പോൾ റിയൽ ഗ്യാസിന്റെ പ്രഷർ ഐഡിയൽ ഗ്യാസിനേക്കാൾ കുറവാണ്. എത്ര കുറവാണ്? AN²/V² കുറവാണ്. ഞാൻ പറഞ്ഞു A is a measure of magnitude of intermolecular attractive force within the gas. അപ്പോ ഗ്യാസിനുള്ളിലെ ഗ്യാസ് മോളിക്യൂൾസിന് ഇടയിൽ പരസ്പരമുള്ള ഇന്റർമോളിക്കുലർ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടല്ലോ, അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഒരു മെഷറാണ് A എന്ന് പറയുന്നത് വാൻ ഡെർ വാൾസ് കോൺസ്റ്റന്റ് ആണ്. സോ എന്തിനാണ് ഞാൻ AN²/V² എന്നുള്ള ടൈം ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഐഡിയൽ ഗ്യാസിന്റെ പ്രഷറിനേക്കാളും AN²/V² കുറവാണ് റിയൽ ഗ്യാസിന്റെ പ്രഷർ. ഫ്രണ്ട്സ്, ഐഡിയൽ ഗ്യാസിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞിരുന്നു ഗ്യാസ് മോളിക്യൂൾസ് ഫ്രീ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഫ്രീ ആയിട്ട് ഗ്യാസ് മോളിക്യൂൾസ് മേടിക്കാൻ സാധിക്കും. പക്ഷേ റിയൽ ഗ്യാസിനെ സംബന്ധിച്ച് നമ്മൾ പറയുന്നു ഹൈ പ്രഷറിലും ലോ ടെമ്പറേച്ചറിൽ ഗ്യാസ് മോളിക്യൂൾസുകളിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്, അതുകൊണ്ട് തന്നെ അവ ഉണ്ടാക്കുന്ന പ്രഷർ കുറവായിരിക്കും. ആ പ്രഷർ അപ്പോൾ ഐഡിയൽ ഗ്യാസിനേക്കാൾ എത്ര കുറവായിരിക്കും എന്ന് പറയാൻ വേണ്ടി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ടൈമാണ് AN²/V². വാൻ ഡെർ വാൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ടൈമാണ് AN²/V². അതുപോലെ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ എംപ്റ്റി സ്പേസ് കൂടുതലാണ്, ഗ്യാസ് മോളിക്യൂൾസിന്റെ വോളിയം പരിഗണിക്കേണ്ടതില്ല. നോക്കൂ, നമ്മൾ നേരത്തെ കണ്ടെയ്നർ ഇതുപോലെ എടുത്ത് പരിഗണിച്ചപ്പോൾ പറഞ്ഞു ഗ്യാസ് മോളിക്യൂൾസ് ഇവരുടെ വോളിയം കുറവാണ്, എംപ്റ്റി സ്പേസ് ആ കൂടുതൽ. അപ്പൊ നിങ്ങൾ ഈ ഗ്യാസ് മോളിക്യൂൾസിന്റെ വോളിയം പരിഗണിക്കേണ്ടെന്നാ പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പൊ നോക്കൂ കൂട്ടുകാരെ,
അടുത്തു വന്നിരിക്കുന്ന ഈ കണ്ടീഷനിൽ ഹൈ പ്രഷറിലും ലോ ടെമ്പറേച്ചറിലും ഗ്യാസ് മോളിക്യൂൾസ് അടുത്തു വന്നിരിക്കുന്നു. അപ്പൊ അവരുടെ വോളിയം കൂടി പരിഗണിച്ചല്ലേ പറ്റൂ. എം ടി സ്പേസ് പോലെ സിഗ്നിഫിക്കന്റ് അല്ലേ അവരുടെ വോളിയവും. അപ്പൊ നിങ്ങൾ ഐഡിയൽ ഗ്യാസിന്റെ കൺസെപ്റ്റ് അനുസരിച്ചാണ് ഇവിടെ വോളിയം കണക്കാക്കുന്നതെങ്കിൽ എം ടി സ്പേസ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പൊ നമ്മൾ പറയുന്ന കൺസെപ്റ്റ് അനുസരിച്ച് എന്ത് ചെയ്യണം, കറക്റ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ആ എം ടി സ്പേസ് മാത്രം പോലെ ഇവരുടെ വോളിയം കൂടി പരിഗണിക്കണം. അപ്പൊ വോളിയം ഓഫ് റിയൽ ഗ്യാസ് ആണ് പറയുന്നതെങ്കിൽ ഐഡിയൽ ഗ്യാസിന്റെ കൺസെപ്റ്റ് അനുസരിച്ചുള്ള വോളിയം നിങ്ങൾ എന്താ എടുത്തിരുന്നത്, എം ടി സ്പേസ് മാത്രം. ഇപ്പൊ എന്തുകൂടി എടുക്കണം, ഗ്യാസ് മോളിക്യൂൾസിന്റെ വോളിയം കൂടി എടുക്കണം. സോ ഗ്യാസ് മോളിക്യൂൾസിന്റെ വോളിയം അപ്രോക്സിമേറ്റ്ലി NB ആണ്. സോ അപ്പോ പ്രഷർ ഓഫ് റിയൽ ഗ്യാസ് എന്ന് പറയുന്നത് ഐഡിയൽ ഗ്യാസിന് അത്രയും വരില്ല. നമ്മൾ കണക്കൂട്ടുന്ന അനുസരിച്ച് ഗ്യാസ് മോളിക്യൂൾസിനിടയിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടായതുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന പ്രഷർ കുറവായിരിക്കും റിയൽ ഗ്യാസിന്. ഐഡിയൽ ഗ്യാസിനേക്കാൾ AN² BV² കുറവായിരിക്കും. സോ P റിയൽ ഈസ് ഈക്വൽ ടു P ഐഡിയൽ മൈനസ് AN² BV². ഇനി വോളിയം പരിഗണിക്കുമ്പോൾ കേസ് തിരിച്ചാണല്ലേ, ഗ്യാസ് മോളിക്യൂൾസിന്റെ വോളിയം കൂടി റിയൽ ഗ്യാസ് പരിഗണിക്കുന്നുണ്ട്. അപ്പൊ ഐഡിയൽ ഗ്യാസിന്റെ കേസ് ആയിരുന്നെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ എം ടി സ്പേസ് മാത്രം പരിഗണിക്കും. അതുപോലെ ഗ്യാസ് മോളിക്യൂൾസിന്റെ വോളിയത്തിന് കറസ്പോണ്ടിങ് ആയ NB കൂടി പരിഗണിക്കണം. ക്ലിയർ? സോ അപ്പൊ P റിയൽ സമം P ഐഡിയൽ മൈനസ് AN² BV² എന്നും V റിയൽ സമം V ഐഡിയൽ പ്ലസ് NB എന്ന് കിട്ടി. നമ്മുടെ ഇക്വേഷൻ PV സമം nRT. അതായത് ഐഡിയൽ ഗ്യാസ് ആണ് P ഐഡിയൽ ഇൻറ്റു V ഐഡിയൽ സമം nRT. ഇതല്ലേ നമ്മുടെ ഇക്വേഷൻ. ശരി, അപ്പൊ ഇതൊന്ന് കറക്റ്റ് ചെയ്യണം. എങ്ങനെ കിട്ടും? P റിയൽ സമം P ഐഡിയൽ മൈനസ് AN² BV² എന്നല്ലേ. P ഐഡിയൽ ഇപ്പൊ കറക്റ്റ് ചെയ്ത് എങ്ങനെ എടുക്കാം, ഇതങ്ങ് അപ്പുറത്ത് പോട്ടെ. അപ്പൊ P ഐഡിയൽ സമം എങ്ങനെ വരും എന്ന് പറ. P റിയൽ മൈനസ് ഈ മൈനസ് അങ്ങ് അപ്പുറത്ത് വരുമ്പോ പ്ലസ് ആയല്ലേ, പ്ലസ് AN² BV² എന്ന് വന്നു. അതുപോലെ ഇവിടെ നിന്ന് V ഐഡിയൽ കണ്ടെത്തി പറ. V ഐഡിയൽ സമം V റിയൽ മൈനസ് NB എന്ന് വരും അല്ലെ. അപ്പോ നേരത്തെ പ്രഷറിന്റെ ഐഡിയൽ ഗ്യാസിന്റെ പ്രഷറിന്റെ ടൈം നമ്മളൊന്ന് പരിഷ്കരിച്ചു. P റിയൽ പ്ലസ് AN² BV². V ഐഡിയലിന്റെ ടൈം നമ്മളൊന്ന് പരിഷ്കരിച്ചു. V റിയൽ മൈനസ് NB. അപ്പൊ PV സമം nRT എന്നുള്ള ഇക്വേഷൻ ഒന്ന് കറക്റ്റ് ചെയ്യുന്നു. P പ്ലസ് AN² BV² ടൈം കറക്റ്റ് ചെയ്തു ഇൻറ്റു വിക്ക് പകരം V മൈനസ് NB. ഇങ്ങനെ റൗണ്ട് കണ്ട ഞാനിത് തിരിച്ചറിയാൻ വേണ്ടി കാണിച്ചതാ. സമം nRT ഇക്വേഷൻ എന്താ, P പ്ലസ് AN² BV² ഇൻറ്റു V മൈനസ് NB സമം nRT. ഇതാണ് വാൻ ഡെർ വാൾസ് ഇക്വേഷൻ. P പ്ലസ് AN² BV² ഇൻറ്റു V മൈനസ് NB സമം nRT. ഇതാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ മോഡിഫൈ ചെയ്ത വാൻ ഡെർ വാൾസ് ഇക്വേഷൻ. ക്ലിയർ? ശരി, അപ്പൊ എന്താണ് AN² BV²? പ്രഷർ കറക്ഷന് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്ത ടൈം. എന്താണ് NB? വോളിയം കറക്ഷന് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്ത ടൈം. Then A and B are called van der Waals parameters. A എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു, നിങ്ങളുടെ ഗ്യാസ് മോളിക്യൂൾസിനിടയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഇന്റർമോളിക്കുലർ അട്രാക്റ്റീവ് ഫോഴ്സസ് ഉണ്ടല്ലോ, അട്രാക്റ്റീവ് ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഉണ്ടല്ലോ ഫ്രണ്ട്സ്. അട്രാക്റ്റീവ് ഇന്റർമോളിക്കുലർ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡിന്റെ മെഷർ ആണ് A. Then what is B? വോളിയം കറക്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ടൈം ആണ് B. ഇതാണ് വാൻ ഡെർ വാൾസ് പാരാമീറ്റേഴ്സ്. ഇനി നിങ്ങൾ നോക്കിയേ, ഇവരുടെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചാൽ, വാൻ ഡെർ വാൾസ് പാരാമീറ്റേഴ്സ് എയും ബിയും അങ്ങ് 0 ആയെന്ന് സങ്കല്പിച്ചു. ലെറ്റ് A and B are 0. വാൻ ഡെർ വാൾസ് പാരാമീറ്റേഴ്സ് എയും ബിയും 0 ആയാൽ, ശ്രദ്ധിച്ചേ, വാൻ ഡെർ വാൾസ് പാരാമീറ്റേഴ്സ് എയും ബിയും 0 ആയാൽ ഇക്വേഷൻ എങ്ങനെ മാറും? P പ്ലസ് AN² BV² എന്നുള്ളത് P പ്ലസ് A 0 ആയില്ലേ, അപ്പൊ ഈ ടൈം അങ്ങ് 0 ആയി പോയി. P പ്ലസ് 0 ദാറ്റ് ഈസ് P. V മൈനസ് NB, B അങ്ങ് 0 ആയാൽ ഈ ടൈമും പോയി അല്ലെ, NBയും പോയി. B ഇൻറ്റു N 0, B 0 ആയാൽ N ഇൻറ്റു B അതങ്ങ് പോയല്ലോ 0. അപ്പൊ ബാക്കി എന്തുണ്ട്? V മൈനസ് NB, ഈ ടൈം 0 ആയി പോയി. PV സമയം എന്തായി? nRT. ഫ്രണ്ട്സ്, എയും ബിയും 0 ആയാൽ ഈ ടൈം പോയി. സോ PV സമയം nRT. അപ്പൊ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്തില്ലേ ഫ്രണ്ട്സ്. അപ്പോ എയും ബിയും വാൻ ഡെർ വാൾസ് പാരാമീറ്റേഴ്സ് എയും ബിയും 0 ആയാൽ റിയൽ ഗ്യാസസ് ബിഹേവ്സ് ഐഡിയലി അല്ലെ. ഞാൻ പറഞ്ഞു ഇത് എപ്പോഴായിരിക്കും? ഹൈ ടെമ്പറേച്ചർ അതുപോലെ ലോ പ്രഷർ, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് കണ്ടീഷൻ. ഹൈ ടെമ്പറേച്ചറിലും ലോ പ്രഷറിലും എയും ബിയും 0 ആയിരിക്കും. സോ PV സമയം nRT ആയിരിക്കും. റിയൽ ഗ്യാസസ് ബിഹേവ്സ് ഐഡിയലി. ആ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? ബോയിൽ പോയിന്റ് എന്ന് വിളിച്ചത്. ബോയിലിംഗ് പോയിന്റ് അല്ല, ബോയിൽ പോയിന്റ് ഓർ ബോയിൽ ടെമ്പറേച്ചർ. ക്ലിയർ? സോ നമ്മൾ പറഞ്ഞു കൂട്ടുകാരെ, നമ്മൾ പറഞ്ഞത് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ P ഐഡിയൽ V ഐഡിയൽ സമയം nRT നമ്മൾ കറക്റ്റ് ചെയ്യുന്നു. പ്രഷർ ഓഫ് റിയൽ ഗ്യാസ് എന്ന് പറയുന്നത് അവർക്കിടയിൽ അട്രാക്റ്റീവ് ഗ്യാസ് മോളിക്യൂൾസിനിടയിൽ അട്രാക്റ്റീവ് ഫോഴ്സ് കൂടി ഉണ്ടായതുകൊണ്ട് കുറച്ച് കുറവായിരിക്കും. P ഐഡിയൽ മൈനസ് AN² BV² ആയിരിക്കും. അതുപോലെ വോളിയം ഓഫ് റിയൽ ഗ്യാസ് കുറച്ച് കൂടുതലായിരിക്കും, കാരണം ഗ്യാസ് മോളിക്യൂൾസിന്റെ വോളിയം കൂടി പരിഗണിക്കുന്നുണ്ട്. സോ V ഐഡിയൽ പ്ലസ് NB. അപ്പൊ P ഐഡിയൽ സം നമുക്ക് തിരിച്ച് കിട്ടും P റിയൽ പ്ലസ് AN² BV². V ഐഡിയൽ നമുക്ക് കിട്ടും V റിയൽ മൈനസ് NB. ഇതങ്ങ് അപ്പുറത്ത് ചെല്ലുമ്പോൾ സോ P പ്ലസ് AN² BV². P കറക്റ്റ് പറഞ്ഞാൽ റിയൽ ഗ്യാസ് ആണ്. P റിയൽ പ്ലസ് AN² BV² ഇൻറ്റു V റിയൽ മൈനസ് NB is equal to nRT. A and B are van der Waals parameters.
എൻ സ്ക്വയർ ബൈ വി സ്ക്വയർ എന്നുള്ളത് പ്രഷർ കറക്ഷൻ വേണ്ടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ടൈമാണ്. എൻ ബി എന്നുള്ളത് വോളിയം കറക്ഷൻ വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്ത ടൈമാണ്. ദെൻ എയും ബിയും വാണ്ടർവാൾസ് പാരാമീറ്റേഴ്സ് അവർ 0 ആയാൽ പി ഈസ് NRT ആയിട്ട് മാറും. അങ്ങനെ അവർ എയും ബിയും 0 ആകുന്ന അഥവാ റിയൽ ഗ്യാസ് ഐഡിയലായി ബിഹേവ് ചെയ്യുന്ന, അവർക്കിടയിൽ യാതൊരു അട്രാക്റ്റീവ് ഫോഴ്സും ഇല്ലാത്ത ഗ്യാസ് മോളിക്യൂൾസ് പരമാവധി അകന്നു നിൽക്കുന്ന, അവരുടെ വോളിയം സിഗ്നിഫിക്കന്റ് അല്ലാത്ത അങ്ങനെയായി മാറുന്ന ആ ടെമ്പറേച്ചർ, അതിനെ നമ്മൾ വിളിക്കുന്ന പേര് ബോയിൽ പോയിന്റ് എന്നാണ്. സോ ദാറ്റ് ഓൾ അബൌട്ട് വാണ്ടർവാൾസ് ഇക്വേഷൻ ഓർത്തിരിക്കുക. പി പ്ലസ് എൻ സ്ക്വയർ ബൈ വി സ്ക്വയർ ഇൻടു വി മൈനസ് എൻ ബി സമം NRT എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ആ എൻ നമ്പർ ഓഫ് മോൾസ് ആണ്. ഓക്കെ, സോ ദാറ്റ് ഓൾ അബൌട്ട് വാണ്ടർവാൾസ് ഇക്വേഷൻ. സോ ഡിയർ ഫ്രണ്ട്സ്, നമ്മളെന്ന് പറഞ്ഞത് എന്തുകൊണ്ട് റിയൽ ഗ്യാസസ് ഐഡിയാലിറ്റിയിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ദെൻ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനെ മോഡിഫൈ ചെയ്തു, വാണ്ടർവാൾസ് ഇക്വേഷൻ ഫോം ചെയ്തു. സോ ഡിയർ ഫ്രണ്ട്സ്, ദാറ്റ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. ഇത്രയും പോർഷൻസ് നന്നായി കണ്ടുപിടിക്കുക. സീ യു സൂൺ. ബൈ. താങ്ക് യു.